പരമേശ്വരൻ തിരക്കഥാകൃത്താണ്. ഒരു ദിവസം സുനിൽ പരമേശ്വരൻ നമ്മുടെ ജയസൂര്യയുടെ വീട്ടിലേക്ക് ചെന്നു. ജയസൂര്യയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച, ഒരു വാതിൽ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സുനിൽ പരമേശ്വരൻ പറഞ്ഞു, നമുക്ക് ഈ ഫ്രണ്ടിൽ കൂടെ പോകണ്ട, ഈ വാതിലിൻ്റെ ഉള്ളിൽ കൂടെ ഈ വാതിൽ കടന്ന് നമുക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അപകടം പറ്റും. അതുകൊണ്ട് നമുക്ക് വേറെ വഴി ഉണ്ടെങ്കിൽ വേറെ എൻട്രൻസിൽ കൂടിയാണ് നമ്മുടെ ജയസൂര്യ വീട്ടിലേക്ക് അന്ന് സുനിൽ പരമേശ്വരൻ പോയത്. പക്ഷേ ഇപ്പോൾ ജയസൂര്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇ ഡിയുടെ അന്വേഷണം, കാശ് കുറേ സ്വത്തുകൾ കുറേ കണ്ടുകെട്ടി, അതുപോലെ തന്നെ നമ്മുടെ പുഴയിലേക്ക് നീട്ടി നമ്മുടെ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞുള്ള കേസ് വേറെ, അതുപോലെ തന്നെ വേറെയും കുറേ കേസുകളുണ്ട്. അതൊന്നും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ അത്രയും പ്രശ്നങ്ങളിൽ കൂടെ പോണ സിനിമയും കുറഞ്ഞു, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ പരാജയം വരുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ അച്ഛൻ മരിച്ചു, ഇങ്ങനെയുള്ള ഒരേ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിലാണ്, ഒരുപാട് മാനസിക സംഘർഷത്തിലാണ് ജയസൂര്യ ഇരിക്കുന്നത്. അപ്പോൾ സുനിൽ പരമേശ്വരൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജയസൂര്യ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവൻ പുതിയതായി പണിത വീടിൻ്റെ ആ വാതിലാണെന്നാണ് പറയണത്, വാതിലും കട്ടിലയും. അപ്പോൾ ഒരു ദിവസം ചോദിച്ചു ജയസൂര്യോട്, നീ എവിടെ നിന്നാണ് ആ കട്ടിലയും വാതിലും മേടിച്ചത്? അപ്പോൾ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് 100-200 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കട്ടിലയും വാതിലാണത്. അത് ഞാൻ മേടിച്ച് അതിൻ്റേതായുള്ള ഫിനിഷ് വർക്കൊക്കെ കഴിച്ച് വെച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഏതോ ഒരു നമ്പൂരി ഇല്ലത്തെ വാതിലാണത്. ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ശവശരീരങ്ങൾ ആ വാതിൽ കടന്ന് കൊണ്ടുപോയുള്ളതും ഒക്കെയുള്ള ഒരു വാതിലാണത്. ആ വാതിൽ എത്രയും പെട്ടെന്ന് പൊളിച്ച് കളഞ്ഞ് അത് കൊണ്ടുപോയി മനുഷ്യനെ ദഹിപ്പിക്കുന്ന പോലെ കൊണ്ടുപോയി ദഹിപ്പിച്ച് ആ ചിതാഭസ്മം എടുത്ത് ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കണം. എന്നാൽ മാത്രമാണ് ഇനി ജയസൂര്യക്ക് നല്ല കാലം വരുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ജയസൂര്യ ഇതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ കേട്ട് പല അപകടങ്ങളും വരാനായുള്ള സാധ്യതകൾ ജയസൂര്യക്ക് ഉണ്ടെന്നാണ് സുനിൽ പരമേശ്വരൻ പറയണത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, അത്രത്തോളം അതൊക്കെ വെറും യുക്തിവാദിയാണോ, അതെ വെറുതെ പറയണതാണോ, ഇതൊന്നിലൊന്നും ഒരു കഥയില്ലേ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ജയസൂര്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം സത്യമായിട്ട് തോന്നുന്നുണ്ട്. നമ്മളങ്ങനെ പഴയ കട്ടിലും ജനലൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ കട്ടിലും ജനലിലേക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും, പ്രേത കഥകൾ പറയാനുണ്ടാവും, ദുരിത കഥകൾ പറയാനുണ്ടാവും, സങ്കട കഥകൾ പറയാനുണ്ടാവും. ആ കട്ടിലും ജനലും ഒരു നമ്പൂരിയോ അല്ലെങ്കിൽ നായരോ അങ്ങനെയുള്ള ഒരു വലിയൊരു 4 കെട്ടുള്ള തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കട്ടിലും ജനലെന്നാണ് പറയണത്. ആ കട്ടിലും ജനലിലേക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ശാപവാക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജയസൂര്യ എത്രയും പെട്ടെന്ന് സുനിൽ പരമേശ്വരൻ പറയണ പോലെ ചെയ്യുക, അതാണ് നല്ലത്.